ആത്മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 20 ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യഹൂദ മതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 തൂണുകൾ എന്ന് പറയുന്നത് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നതാണ്. മോശ നൽകിയ നിയമങ്ങൾ അവർ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ അവർ പാലിച്ച് പോന്നു. ഇവിടെ യേശു പുതിയ ഒരു നിയമം ജനത്തിന് കൊടുക്കുകയാണ്. അവിടുന്ന് നമ്മളോട് പറയുന്നുണ്ട്, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നുകൊണ്ട് ഈശോയോട് പറയുന്നു, ഞങ്ങളും ഫരീസയരുമൊക്കെ ഉപവസിക്കുന്നുണ്ട്. എന്താണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുന്നത്? അതിന് ഈശോ കൊടുക്കുന്ന മറുപടി വളരെ മനോഹരമാണ്. ഈശോ എന്താണ് പറഞ്ഞു വെക്കണം നമുക്കറിയാമോ? ഒന്നും ആരെയും നിർബന്ധിപ്പിച്ച നിങ്ങൾ ചെയ്യരുത്. സ്വന്തം ഇഷ്ടത്തോടുകൂടെ ആയിരിക്കണം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ആരുടെയും നിർബന്ധത്തിൻ്റെ പുറത്ത്, ആരുടെയും ഭീഷണിയുടെ പുറത്ത്, പേടിപ്പിക്കലിൻ്റെ പുറത്തായിരിക്കരുത് ഒരുവൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മറിച്ച് സ്വന്തം ഇഷ്ടത്തോടെ, സ്വന്തം മനസ്സോടുകൂടെ ഇത് ചെയ്യണമെന്നാണ് ഈശോ പറയണത്. മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈശോ പറയുന്നുണ്ട്. നീ ഉപവസിച്ചേ പറ്റൂ എന്ന് ഈശോ പറയുന്നില്ല. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉപവസിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് പേടിയല്ല എന്നാണ് ഈശോ പറയണേ. ഉപവസിക്കുന്നവരുടെ ഉള്ളിലുണ്ടാകേണ്ടത് ഒരു ബന്ധമാണ്. ഈശോയോടുള്ള ബന്ധത്തെ പ്രതിയായിരിക്കണം നമ്മൾ ഉപവസിക്കേണ്ടത്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം നമ്മൾ നൊയമ്പെടുക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ പരിത്യാഗങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ പറയുന്ന കാര്യങ്ങളില്ലേ, മണവാളനെ കുറിച്ച് പറയുന്നു, മണവറ തോഴരെ കുറിച്ച് പറയുന്നു, മണവാട്ടിയെക്കുറിച്ച് പറയുന്നു. ബന്ധത്തെ ഈശോ സൂചിപ്പിക്കുകയാണ്. ഈ ഒരു ബന്ധത്തിന് പുറത്താണ് നമ്മളൊക്കെ ഉപവസിക്കേണ്ടത് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശുദ്ധ ബലി മധ്യേ വായിച്ച് കേൾക്കുന്നത്. എന്നാൽ 16, 17 വാക്യങ്ങൾ എന്ന് പറയുന്നത്, പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം തുന്നിച്ചേർക്കരുതെന്നും പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കരുത് എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർന്ന് ഈശോ പറയുന്നത്, ഇന്നേ ദിനത്തിൽ നമ്മൾ ഒന്ന് കൂട്ടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈശോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, പഴയ നിയമത്തിൻ്റെ മനോഭാവത്തോടുകൂടെ പുതിയ നിയമത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യരുത്. പഴയ നിയമത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു? ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കും, ഈ നിയമം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കും, ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, ഈ നിയമം നിങ്ങൾ അനുഷ്ഠിച്ചില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അപ്പോൾ പേടിയുടെ പുറത്ത് മനുഷ്യൻ നിയമങ്ങൾ അനുഷ്ഠിക്കും. കാരണം തങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ നിയമം ചെയ്യണമെന്ന് അവർ പഴയ നിയമ മനോഭാവത്തോടുകൂടെ അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, ദൈവം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം നമ്മൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും. സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടത്. പേടിയുടെ പുറത്തല്ല, ഭയത്തിൻ്റെ പുറത്തല്ല നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നമ്മൾ ഉപവസിക്കുമ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണം സുഹൃത്തെ.
ഒരുപക്ഷെ കുടുംബം നിർബന്ധിച്ചത് കൊണ്ടോ എന്തെങ്കിലും വ്യക്തിപരമായൊരു നേട്ടമുണ്ടാകാൻ വേണ്ടിയോ ഒരു പക്ഷേ ഉപവാസം പ്രഖ്യാപിച്ചവനായിരിക്കാം. നൊയമ്പെടുക്കാമെന്ന് ആഗ്രഹിക്കുന്നവനായിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപക്ഷെ എന്നോട്, സുഹൃത്തെ, താങ്കളോട് ഈശോ പറയാണ്, പേടിയുടെ പുറത്ത് നീ ഒന്നും ചെയ്യരുത്. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കണം നീ ഈ ഉപവാസമെടുക്കേണ്ടത്, പ്രാർത്ഥനയിലായിരിക്കേണ്ടത്, ദാനധർമ്മം ചെയ്യേണ്ടത്, നോമ്പിലായിരിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈ നോമ്പ് കാലത്ത് ദാനധർമ്മം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ എനിക്കും സുഹൃത്തെ നിനക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.